ഹായ്. മാങ്ങാ സീസണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ ഒരുപാട് മാവിൻ്റെ തൈകളൊക്കെ കിളിച്ച് നിൽപ്പുണ്ടാവും. ഇതൊക്കെ നമ്മൾ പറമ്പ് വൃത്തിയാക്കുമ്പം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്, അതായത് നശിപ്പിച്ച് കളയുക ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മളിത് മാങ്ങ പിടിക്കാൻ വേണ്ടി 7-8 വർഷങ്ങളെടുക്കും. അതും ഏതിനം മാവാണെന്ന് ഉറപ്പില്ല, മാങ്ങയാണെന്നും ഉറപ്പില്ല. അപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു മാവിൻ തൈകൾ കാണുമ്പോൾ ചെയ്യേണ്ടത്, നല്ലൊരു മാങ്ങ പിടിക്കുന്ന മാവിൻ്റെ കമ്പ് നോക്കി കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇലകൾ അപ്പം തന്നെ കൊതിക്കളയാം. ഇലകൾ നിന്നാൽ ഇതിനകത്തുള്ള തണ്ടിൽ നിന്നുള്ള ജലാംശം നഷ്ടപ്പെടുകയും പിന്നെ അത് കിളിക്കാതിരിക്കുകയും ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ചതഞ്ഞ ഭാഗം ഉണ്ടല്ലോ കട്ട് ചെയ്ത്, അതും കട്ട് ചെയ്ത് കളയാം. നമ്മളിത് കട്ട് ചെയ്യുമ്പം നല്ല ബ്ലേഡ് ഉപയോഗിക്കണം. എന്നിട്ട് 2 സൈഡും ഇങ്ങനെ ചെത്തിക്കളയണം. നമ്മൾ സാധാ ബ്ലേഡിലും ചെയ്യാൻ പറ്റും, പക്ഷെ നീറ്റായിരിക്കണം. ഉപയോഗിച്ച ബ്ലേഡ് തുരുമ്പെടുത്ത ബ്ലേഡിലൊന്നും ചെയ്യില്ല. ഇങ്ങനെ 2 സൈഡും വെട്ടിയ ശേഷം നമ്മൾ ഏത് മാവിലാണോ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മാവിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അത് നടുവിനെ വിളർത്തണം. ഇങ്ങനെ 2, അതിപ്പോൾ കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് മുകളിലോട്ട് ചെയ്യും. അതുകൊണ്ട് അതിനകത്ത് വീണ്ടും ഫംഗസൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, അതായത് പൊടിക്ക് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിനകത്തോട്ട് ഇത് ഇറക്കി വെക്കുക. ഇപ്പോൾ കറക്റ്റ് സെറ്റായിരിക്കണം അതിനകത്ത്. എന്നിട്ട് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ടേപ്പുണ്ട്, അത് ചുറ്റുക. അതല്ലെങ്കിൽ ടേപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ സാധനമൊക്കെ പൊതിയുന്നത്, അതിൻ്റെ കിറ്റോ പ്ലാസ്റ്റിക് ഏതായാലും അത് നീറ്റായിട്ടുള്ളത് അത് വെച്ച് ചുറ്റിയാലും മതി. എന്നിട്ട് ഇങ്ങനെ ചുറ്റി വെക്കുക, ചുറ്റി ഒരു കെട്ട് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ മാങ്ങ പിടിക്കുന്ന ഒരു മാവായിട്ട് ഇത് മാറും. അപ്പോൾ നമുക്ക് ഏത് മാവാണെന്ന് ഉറപ്പിച്ച് പറയാനും പറ്റും. നല്ല ഇനമുള്ള മാവുകളൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്താൽ നല്ലതായിരിക്കും. കടയിലൊക്കെ വാങ്ങുമ്പം വലിയ വിലയാണ്. ഇത് ഞാൻ നേരത്തെ ചെയ്തതാണ്, അതിപ്പം സെറ്റായിട്ടുണ്ട്, അതൊട്ടിയിട്ടുണ്ട്. ഇത് വേറെണ്ണം ചെയ്തതാണ്, അതും സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ 1 വർഷം മുമ്പ് ചെയ്തതാണ്, അതിപ്പോൾ ഇത്രത്തോളം വളർന്ന് ഇപ്പോൾ. ഇത് സേലം മാവാണ്, സേലം മാങ്ങ, മൽഗോവ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും.